Hello everyone, welcome to Brilliant EduTech, the best solution ever. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഒരുപാടധികം റിക്വസ്റ്റ് വന്നിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. ബ്ലെൻഡിങ് അസിസ്റ്റന്റ് സ്റ്റഡി പ്ലാനുമായിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്. ഒക്ടോബർ മാസം 17-ാം തീയതിയാണ് ഈ ഒരു എക്സാം വരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഏകദേശം 2.5 മാസക്കാലമാണ് നമ്മുടെ കൺമുമ്പിലുള്ളത്. ഈ 2.5 മാസക്കാലം കൊണ്ട് നമുക്ക് എങ്ങനെ ഈ ഒരു സിലബസ് നല്ല കൃത്യമായിട്ട് റിവിഷനോടുകൂടി കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫ്രീ ക്ലാസ്സുകൾ വേണം എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ചിട്ട് മാത്രമായിരിക്കും നമ്മൾ ഇനി ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കാരണം പൊതുവേ കാണുന്ന ഒരു ടെൻഡൻസിയാണ്, തുടക്കകാലത്തിലൊക്കെ പഠിക്കും, പക്ഷേ എന്നാൽ പോകെ പോകെ അത് തീരെ പഠിക്കാത്ത രീതിയിൽ നിങ്ങൾ പോകുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. ക്ലാസ്സുകൾ കാണാൻ പോലും ആർക്കും നേരമില്ലാത്ത രീതിയിലാണ് പോകുന്നത്. പഠിത്തം പാതി വഴിയിൽ പലരും ഉപേക്ഷിക്കും. അപ്പം ഈ ഒരു ടെൻഡൻസി ഉള്ളത് കൊണ്ടാണ് ഫ്രീ ക്ലാസ്സുകൾ ഒരുപാട് ചെയ്യാൻ പറ്റാത്തത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഫ്രീ ക്ലാസ്സുകൾക്കായാലും ഈക്വൽ എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു എഫേർട്ട് എടുക്കുമ്പോൾ അത് കാണാൻ പോലും ഒരാൾ പോലും മെനക്കെടാതാവുമ്പോൾ വളരെയധികം സങ്കടമുണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം മാത്രമായിരിക്കും, നിങ്ങളുടെ സപ്പോർട്ട് എന്ന് വരെ ഉണ്ടോ അന്ന് വരെ ആയിരിക്കും നമ്മൾ ക്ലാസ് ചെയ്യുന്നത്. നിങ്ങൾ എന്ന് നിങ്ങളുടെ സപ്പോർട്ടിങ് നിർത്തുന്നോ അന്ന് നമ്മൾ ഫ്രീ ക്ലാസ് കൊടുക്കുന്നത് അവസാനിപ്പിക്കും എന്നുള്ള രീതിയിലാണ് വിചാരിക്കുന്നത്. കാരണം അത്രയും റെസ്പോൺസ് മോശമായിട്ടാണ് വരുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കുക. എഫേർട്സ് ഇടുന്നതിനുള്ള ഒരു വാല്യൂ നിങ്ങളുടെ ഭാഗത്തുനിന്നും നിങ്ങൾ തരിക. അങ്ങനെയാണെങ്കിൽ മാത്രം ഫ്രീ ക്ലാസ്സുകളായിട്ട് നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ബ്ലെൻഡിങ് അസിസ്റ്റന്റ് സ്റ്റഡി പ്ലാൻ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ സബ്ജക്ട്സും അതുപോലെ മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ് ആദ്യം നമ്മൾ നോക്കുന്നത്. പാർട്ട് 1 ലബോറട്ടറി അസിസ്റ്റന്റ്, കെമിക്കൽ, പ്ലാന്റ്, ട്രേഡ്, അതിൻ്റെ അണ്ടറിൽ വരുന്നതാണ് നമ്മുടെ ടോപ്പിക്സ്. 4 മൊഡ്യൂളാണ് നമുക്ക് ഈ ഒരു പാർട്ടിൽ പഠിക്കാനുള്ളത്. 25 മാർക്കാണ് വെയിറ്റേജ് വരുന്നത്. പാർട്ട് 2 അറ്റൻഡന്റ് ഓപ്പറേറ്റർ, കെമിക്കൽ, പ്ലാന്റ്, ട്രേഡ്. ഇതിൽ നമുക്ക് 4 മൊഡ്യൂൾ തന്നെയുണ്ട്, 25 മാർക്കിൻ്റെ ആ ഒരു പാർട്ടും. പിന്നീട് വരുന്നത് പാർട്ട് 3 ആണ്, കെമിസ്ട്രി ബേസ്ഡ് ആയിട്ടുള്ള പാർട്ട് 3, 50 മാർക്കിൻ്റെ പാർട്ട് 3. ഈ കെമിസ്ട്രി എന്ന് പറയുന്നത് +2 ബേസ്ഡ് കെമിസ്ട്രി ആണ്. ഒരുവിധം +2 കെമിസ്ട്രി ടച്ച് ഉള്ളവർക്ക് ഈസി ആയിട്ട് ആ പോർഷൻ പഠിക്കാം. ബാക്കി 2 പോർഷൻസും ശരിയാണ്, നിങ്ങൾക്ക് കുറച്ച് ന്യൂ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് പഠിക്കാനായിട്ട് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ കാണാം. എങ്ങനെയാണ് നമുക്ക് ഈ 2-2.5 മാസക്കാലം കൊണ്ട് കൃത്യമായി, നമ്മൾ ഏകദേശം 2 മാസം എടുക്കുന്നുള്ളൂ, ബാക്കിയുള്ള ഒരു 15 ദിവസം നമ്മൾ റിവിഷൻസിന് വേണ്ടി കീപ്പ് ചെയ്യാണ്. മാത്രമല്ല ഇടയിൽ നമ്മൾ റിവിഷൻസ് കീപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാ സൺഡേയ്സും റിവൈസ് ചെയ്യാനുള്ള ഒരു ടൈം കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അത്രയും ഈസി ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു സിലബസ് കംപ്ലീറ്റ് ചെയ്യാം അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റഡി പ്ലാനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കിക്കേ, നമ്മൾ 1-ാം തീയതി ഓഗസ്റ്റ് മാസം 1-നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓഗസ്റ്റ് മാസം 1 മുതൽ 3 വരെ പാർട്ട് 1 ആദ്യത്തെ മൊഡ്യൂള് ആണ് നമ്മൾ പഠിക്കുന്നത്. 5 മുതൽ 7 വരെ സ്ട്രക്ചർ ഓഫ് ആറ്റം. ഏകദേശം 3 ദിവസം 4 ദിവസമൊക്കെ ടോപ്പിക്കിന്റെ ലെങ്ത് അനുസരിച്ച് 4 ദിവസമൊക്കെ ചില ടോപ്പിക്കിന് അലോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. 3 ദിവസം കൊണ്ടൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഈ ഒരു ടോപ്പിക്ക് പഠിച്ചെടുക്കാവുന്നത് തന്നെയാണ്. പിന്നെ 8/8/2024 മുതൽ 10/8 വരെ നമ്മൾ പാർട്ട് 2 മൊഡ്യൂൾ 1 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനിടയിൽ നമുക്ക് സൺഡേസ് ഒക്കെ വരുന്നുണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 4-ാം തീയതി സൺഡേ ആണ്, അതുപോലെ നമുക്ക് 11th സൺഡേ ആണ്. അപ്പോൾ ഈ സൺഡേസ് ഒക്കെ റിവിഷന് വേണ്ടി മാത്രം മാറ്റി വെച്ചിരിക്കുക. ആ ഡേറ്റ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കില്ല, അത് റിവിഷൻ ഡേയ്സ് ആണ്. ആദ്യമേ പറയുകയാണ്, ആ ഒരു ഡേറ്റ് വിട്ടുപോയതല്ല, മനഃപൂർവ്വം നമ്മൾ സൺഡേ റിവിഷൻസിന് വേണ്ടി കീപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് എത്ര സൺഡേ ഉണ്ടോ അത്രയും സൺഡേ റിവിഷൻസിനുള്ള ടൈം ഉണ്ട് കേട്ടോ. പിന്നെ 12 മുതൽ 14 വരെ കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ, 15 മുതൽ 17 വരെ പാർട്ട് 1 മൊഡ്യൂൾ 2, 19 മുതൽ 21 വരെ തെർമോഡൈനാമിക്സ് കെമിസ്ട്രി ടോപ്പിക് മിക്സ് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് കെമിസ്ട്രി ആയാലും ഒരു ബോറടി ഇല്ലാതെ പുതിയ ടോപ്പിക്സും പഠിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മിക്സ് ചെയ്ത് ഇട്ടിരിക്കുന്നത്. ഇനി 22 മുതൽ 24 വരെ പാർട്ട് 2 മൊഡ്യൂൾ 2 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അത് പഠിക്കാനായിട്ട് ശ്രമിക്കണം. പിന്നെ 26 മുതൽ 28 വരെ ഈക്വലിബ്രിയം, 29 മുതൽ 31 വരെ ഓർഗാനിക് കെമിസ്ട്രിയിലെ ചില പോർഷൻസ് ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ അതിന് അത്യാവശ്യം ഒരു ഡേ എക്സ്ട്രാ ഇട്ടിട്ടുണ്ട്, കാരണം ഓർഗാനിക് കെമിസ്ട്രി പലർക്കും ടഫാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ദിവസം എക്സ്ട്രാ ഉണ്ട് അതിന്. പിന്നെ 2 മുതൽ 4 വരെ പാർട്ട് 1 മൊഡ്യൂൾ 3, 5 മുതൽ 7 വരെ ഹൈഡ്രോ കാർബൺസ് എന്നുള്ള പോർഷൻ, 9 മുതൽ 11 വരെ പാർട്ട് 2 മൊഡ്യൂൾ 3 ഡിസ്കസ് ചെയ്യുന്നു. ദെൻ 12 മുതൽ 14 വരെ സൊല്യൂഷൻസ് എന്നുള്ള ടോപ്പിക്, 16 മുതൽ 18 വരെ കെമിക്കൽ കൈനറ്റിക്സ് എന്നുള്ള കെമിസ്ട്രിയിലെ തന്നെ ടോപ്പിക്. നമുക്ക് കെമിസ്ട്രിയിൽ ഏകദേശം 11ഓളം ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. +1 +2 ബേസ് ചെയ്തിട്ടുള്ള 11ഓളം ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്.
19 മുതൽ 21 വരെ പാർട്ട് 1 മൊഡ്യൂൾ 4 ആണ്, 4ാമത്തെ മൊഡ്യൂളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ 23 മുതൽ 25 വരെ ആൽക്കഹോൾസ് ആൻഡ് ഫിനോൾസ് എന്നുള്ള കെമിസ്ട്രി പോർഷൻ, 26 മുതൽ 27 വരെ സെപ്റ്റംബർ മാസത്തിൽ നമ്മൾ ബയോ മോളിക്യൂൾസ് ഡിസ്കസ് ചെയ്യുന്നു. 28, 30, 1 ഈ 3 ദിവസങ്ങളായിട്ട് പാർട്ട് 2 മൊഡ്യൂൾ 4. പാർട്ട് 2 ലാസ്റ്റ് മൊഡ്യൂൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ആൻഡ് നമ്മൾ ഒക്ടോബറിൽ 1-ാം തീയതി കഴിഞ്ഞ് 2 മുതൽ 5 വരെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്സ് എന്നുള്ള പോർഷനാണ്. 6 മുതൽ 16 വരെ മെഗാ റിവിഷനാണ്. നിങ്ങൾക്ക് എഗെയിൻ റിവൈസ് ചെയ്യാനുള്ള ഒരു ടൈമാണ്. ഈ ഒരു സമയത്ത് മോക്ക് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക. ഇനി എല്ലാ സൺഡേയ്സും റിവിഷൻ ഡേയ്സ് ആണ്, അത് ഓർത്ത് വെക്കുക. അതുകൊണ്ട് സൺഡേ നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. സൺഡേസ് ഒക്കെ എന്താണ്, റിവിഷൻ ഡേയ്സ് ആണ് കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മളിത് ക്രമീകരിച്ചിരിക്കുന്നത്. എക്സാം ഡേറ്റ് എന്നാണ് 17/10, നമ്മുടെ ഒക്ടോബർ മാസം ആണ് നമുക്ക് എക്സാം ഉള്ളത്. 17-ാം തീയതിയാണ്. അതിനുള്ളിൽ റിവിഷൻസും അതുപോലെ മെഗാ റിവിഷനും ഒക്കെ കഴിഞ്ഞ് നല്ല പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. +2 ബേസ്ഡ് ആയിട്ടുള്ള ചില കെമിസ്ട്രി പോർഷൻസും അതെല്ലാവർക്കും അറിയുന്നതാണ്. +2 സയൻസ് പഠിച്ച എല്ലാവർക്കും അറിയാവുന്ന പോർഷൻസ് ആണ് കെമിസ്ട്രിയിൽ വരുന്നത്. പിന്നെ വരുന്നത് കുറച്ച് പാർട്ട് 1 പാർട്ട് 2 വരുന്ന എക്സ്ട്രാ ടോപ്പിക്സ് ആണ്. അപ്പോൾ അതിനുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺസ്റ്റന്റ് ആയിട്ട് സപ്പോർട്ട് തരുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ ക്ലാസ്സുകൾ ചെയ്യും. ഇല്ലാത്ത പക്ഷം നമ്മളവിടെ നേരത്തെ പറഞ്ഞതുപോലെ ക്ലാസ്സുകൾ സ്റ്റോപ്പ് ചെയ്യും. അപ്പം നിങ്ങൾ ഫ്രീ ക്ലാസ്സിന് എത്രത്തോളം സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് അതനുസരിച്ചിട്ട് മാത്രമായിരിക്കും ഫ്രീ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മളത് നോക്കിയിട്ടായിരിക്കും ക്ലാസ്സുകൾ പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വേക്കൻസി കുറവല്ലേ എന്ന് വിചാരിച്ചിട്ട് പഠിക്കാതിരിക്കുന്ന കുറേ പേരുണ്ട്. അപ്പോൾ അങ്ങനെ ബാക്കൗട്ട് അടിച്ച പലരുടെ ഇടയിൽ നിന്ന് ഇത് പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും എക്സാം ഈസി ആയിട്ട് സ്കോർ ചെയ്യാനും അതുപോലെ റാങ്കിലൊക്കെ വരാനായിട്ട് സാധിക്കും. കാരണം പലരും അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളവരാണ്. പഠിക്കണോ, ആ ഒരു റാങ്ക്, ഫസ്റ്റ് റാങ്ക് എന്നുള്ളതൊക്കെ കിട്ടില്ല എന്ന് സ്വയമേ ആദ്യമേ ഉറപ്പിച്ചവരാണ് ഇവരൊക്കെ. അപ്പോൾ അവരുടെ ഇടയിൽ നിന്ന് നിങ്ങളൊന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഫേർട്സ് എടുക്കുക, കൃത്യമായിട്ട് സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യുക. ഒന്നും നമുക്ക് എഫേർട്ട് എടുക്കാണ്ട് കിട്ടില്ല അല്ലെ, വെറുതെ ഒന്നും കൊണ്ട് നമുക്ക് ആരും തരാൻ പോകുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉള്ള കുറേ പേരുടെ കൂടിയാണ് നിങ്ങൾ മത്സരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് നന്നായിട്ട് പഠിച്ചാൽ എക്സാമിന് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. കാരണം സിലബസ് അത്ര ടഫൊന്നും അല്ല, നമുക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് പഠിക്കും എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഈ ഒരു സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ പലരും സിലബസ് പഠിച്ചെടുക്കാനുള്ള മടി കൊണ്ടും അതുപോലെ വേക്കൻസി കുറവാണ് എന്ന് പറഞ്ഞിട്ടൊക്കെ പഠിക്കാതിരിക്കുന്നവരുണ്ട്. അപ്പോൾ അവരുടെ ഇടയിൽ നമുക്ക് സ്കോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് എഫേർട്ട് ഇട്ട് അതിൽ ഫസ്റ്റ് റാങ്ക് എയിം ചെയ്ത് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കണം. ഫസ്റ്റ് റാങ്ക് ആദ്യമേ കിട്ടില്ല എന്ന് ഉറപ്പിച്ചിട്ട് പഠിക്കരുത്. ഫസ്റ്റ് റാങ്ക് എനിക്കാണ് എന്ന് ഉറപ്പിച്ചിട്ട് വേണം പഠിക്കാനിരിക്കാനും സ്റ്റഡി പ്ലാൻ ഓരോ പോർഷനായിട്ട് കംപ്ലീറ്റ് ചെയ്യാനും. പിന്നെ ആദ്യം കാണിക്കുന്ന ആ ഒരു ഫയർ അവസാനം വരെ കൊണ്ടുപോകുന്നവരാണ് എക്സാമിൽ വിജയിക്കുക. ആ ഒരു കാര്യം കൂടെ മനസ്സിലുണ്ടായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ഈ പറയുന്ന ബ്ലെൻഡിങ് അസിസ്റ്റൻ്റ് എന്ന എക്സാമിന് കൃത്യമായിട്ട് പഠിക്കാൻ, ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കാനായിട്ട് വില്ലിങ് ആയിട്ടുള്ളവർക്ക് നമ്മൾ സർവീസസ് പ്രൊവൈഡ് ചെയ്യാണ്. നമ്മൾ കോഴ്സ് ലോഞ്ച് ചെയ്യാണ്. സ്റ്റഡി പ്ലാൻ റിമൈൻഡേഴ്സ്, എക്സാം ഓറിയൻറ്റഡ് MCQ പ്രാക്ടീസ്, സിലബസ് ഓറിയൻറ്റഡ് നോട്ട്സ്, കംപ്ലീറ്റ് നോട്ട്സ്, ഡൗട്ട് ക്ലിയറൻസ്, സ്റ്റഡി ആൻഡ് മെൻറ്റർ സപ്പോർട്ട്, റിവിഷൻ ടെസ്റ്റുകൾ, മോക്ക് ടെസ്റ്റുകൾ, ക്വിസുകൾ, സെൽഫ് അനാലിസിസ് എന്നിവയിലൂടെ നിങ്ങളുടെ ഒരു പ്രിപ്പറേഷൻ ദിനം പ്രതി എങ്ങനെയാണ് പൊക്കോണ്ടിരിക്കുന്നത് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തന്നിരിക്കുന്ന നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. കൂടുതലായിട്ടും ക്വസ്റ്റ്യൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടായിരിക്കും നമ്മൾ ഈ ഒരു കോഴ്സ് കൊണ്ടുപോകുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ മറക്കാതെ തന്നെ വാട്സപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ തരുന്നതായിരിക്കും. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് നമ്മുടെ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത്. ചിലർക്ക് ക്വസ്റ്റ്യൻസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാൻ എന്ന് ആഗ്രഹിക്കുന്നത്, ചിലർ നോട്ട്സും അതിൻ്റെ ഒപ്പം വേണമെന്ന് ആവശ്യമുള്ളവരുണ്ട്, റിവിഷൻ ക്ലാസ്സുകൾ, ഇങ്ങനെ പലതും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ പ്ലാനുകളായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പ്ലാൻസിനെ കുറിച്ചൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് ചെയ്ത് ബ്ലെൻഡിങ് അസിസ്റ്റൻറ്റിൻ്റെ കോഴ്സിനെ പറ്റി ചോദിച്ചാൽ മതി. അപ്പോൾ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ഒരു പ്ലാൻ ചൂസ് ചെയ്ത് പഠിച്ച് തുടങ്ങാവുന്നതാണ്. അപ്പോൾ സ്റ്റഡി ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ വരുന്ന അടുത്ത വീഡിയോയിലും സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും ഫ്രീ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും നല്ലൊരു പ്രിപ്പറേഷൻ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.